ഹലോ ഗൈസ്, നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം കാസോടൻ മല്ലു. ഗൈസ്, അങ്ങനെ കുറെ നാളിന് ശേഷം ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കാണ് ഗൈസ്. കാരണം എന്താണെങ്കിൽ നോമ്പായിട്ട് ഇതുവരെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, പണിന്റെ തിരക്കും അങ്ങനെ ആയിട്ട്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച നമ്മളെ ടീമിന്റെ, അതായത് ഗ്രീൻ സ്റ്റാർ ടീമിന്റെ ഒരു ഇഫ്താർ പാർട്ടി ഉണ്ട്. അങ്ങനെ പാർട്ടിക്ക് പോകുമ്പോൾ ചെറിയൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഉള്ളത് നമ്മളെ ജസീം ഉണ്ട്, അതുപോലെ ആഷിഖ് ഉണ്ട്. ജസീമ, അപ്പൊ നമ്മളെ ഗ്രീൻ സ്റ്റാർ ഫാമിലിനെ കുറിച്ചിട്ട് ഇത്രയും കാലത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ പറയാനുള്ളത്? എന്താണ് ഗ്രീൻ സ്റ്റാർ ഫാമിലിനെ കുറിച്ച് പറയാതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 10 വർഷമായി ഒന്നിച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ എല്ലാവരുടെ സൗഹൃദം, കളി, അതേപോലെ ചാരിറ്റി എല്ലാം കൊണ്ടും നമ്മളതായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു അഹങ്കാരം തന്നെയാണ് ഗ്രീൻ സ്റ്റാർ ഫാമിലി എന്ന് പറയുന്നത് വെറും കളിന്റെ ഒരു ടീമോ ഒരു ഗ്രൂപ്പോ അല്ല. നമ്മൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഒന്നിച്ചിട്ട് കളിക്കുകയും അതേപോലെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കാഞ്ഞങ്ങാട് നീലേശ്വരം ബേസിലെ ആൾക്കാരാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം നമ്മൾ ഈ പ്രവാസ ലോകത്തും ആ 10 വർഷമായിട്ട് ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വെറും കളി മാത്രമായിട്ടല്ല, നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ വർഷവും മാക്സിമം നമ്മളെ രീതിയിൽ ഇഫ്താർ സംഗമം നടത്താറുണ്ട്. അതേപോലെ ഇന്നും നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴും ഇതേപോലെ മുമ്പോട്ട് പോകാൻ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പൊ ആഷിഖ്, നമ്മളെ ഗ്രീൻ സ്റ്റാറിൽ പുതിയതായിട്ട് ഏകദേശം ഒരു 5-6 മാസം കൊണ്ട് ജോയിൻ ആയത് നമ്മളെ ആഷിഖ് അബുദാബിയിൽ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ ആഷിഖ്, നമ്മളെ ഗ്രീൻ സ്റ്റാറിന്റെ ഒരു ഇതിനെ കുറിച്ച് 2 വാക്ക് എന്ത് പറയാനുള്ളത്? ഗ്രീൻ സ്റ്റാറിനെ കുറിച്ചിട്ട് പറയുന്നത് വെച്ചാൽ ഇപ്പൊ പുതിയതായിട്ട് ഞാനൊരു 5-6 മാസമായി ഗ്രീൻ സ്റ്റാറിൽ ഈ ടീമിൽ കളിക്കുന്നത്. അപ്പം അതിലെ എല്ലാ ആൾക്കാരും നമ്മളെ നല്ലൊരു ഫ്രണ്ട്സും അതുപോലെ ഒരു ബ്രദേഴ്സിന്റെ ആ ഒരു കോംബോ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ ഉഷാറായിട്ട്, അതായത് ചാരിറ്റി ആയാലും പിന്നെ എന്ത് പരിപാടി ആർക്കും എന്തെങ്കിലും സഹായം ആയാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അതന്നെ നമുക്ക് പറയാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യമല്ലേ? അതെ തന്നെ. പിന്നെ അപ്പൊ നമ്മളെ ഇത് ഇഫ്താർ പാർട്ടി വരുന്നത് അൽവാദ ഏത് ഹോട്ടൽ റെസ്റ്റോറന്റ്? മഹഫിൽ ബിരിയാണീസ് റെസ്റ്റോറന്റിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി വരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി വീഡിയോ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മളെ ആൾക്കാരെല്ലാം കാണുമ്പോൾ നമുക്ക് എടുക്കാം. റെസ്റ്റോറന്റ് അങ്ങനെ എത്തി നമ്മൾ ഈ പാർക്കിങ്ങിനുള്ളിൽ കയറിയിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറിന് അടുത്തായിട്ട് സമയം. നല്ല ട്രാഫിക് ഉണ്ട് അതിനുള്ളിൽ. ഇതാ ഇപ്പൊ കാണിച്ചരാ. ഇങ്ങനെ മെല്ലെ വന്നാണ് നമ്മൾ ഇവിടത്തേക്ക് എത്തിയേട്ടാ. ഭയങ്കര ട്രാഫിക് തന്നെ ഉണ്ടായിന് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ നമ്മളെ കൂടെ നമ്മളെ പഴയ കാല നമ്മളെ ഗ്രീൻ സ്റ്റാറിന്റെ നെടുന്തൂണ് ബദ്രൂച്ചാനെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബദ്രൂച്ചാ, നമ്മളെ ഗ്രീൻ സ്റ്റാറിനെ കുറിച്ച് എന്ത് പറയാനുള്ള? പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ സൗഹൃദം, അതെ ഏറ്റവും നല്ല സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോയ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ മറന്നുപോയിട്ടില്ല. ഒരുപാട് കാരണം അതിന് ഒരുപാട് ഒരുപാട് നമ്മളെ ഗ്രീൻ സ്റ്റാറിന്റെ നേട്ടങ്ങളിൽ പെട്ടതാണ്. കാരണം നമ്മളെ പഴയകാല കാരണം നമ്മൾ ഗ്രീൻ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ആൾക്കാരില്ലാതെ എല്ലാ പുതുമുഖങ്ങളാണ് ഇപ്പോൾ. എന്നിട്ടും ഞങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു പോകുന്നതിൽ ഒരുപാട് സന്തോഷം. ഇഫ്താർ പാർട്ടി ഒരുക്കിയ റെസ്റ്റോറന്റ് ആണ് ഇത്, മഹഫിൽ ബിരിയാണി റെസ്റ്റോറന്റ്. നമ്മളെ ടീമെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മളെ മുൻകാല ക്യാപ്റ്റൻ മുന്നതിനുണ്ട്, അതുപോലെ മുച്ചു ഉണ്ട് ഇവിടെ. നമസ്കാരം. നമ്മളെ ഗ്രീൻ സ്റ്റാർ നെടുന്തൂണുകളായ നമ്മളെ ഷൗക്കൂച്ച ഉണ്ട്. 2 വാക്ക് നമ്മളെ ഗ്രീൻ സ്റ്റാറിനെ കുറിച്ച് 2 വാക്ക് പറയാന്തല്ല ഉള്ളിന്നറിയല്ലേ? നോമ്പ് എല്ലാം ഇങ്ങനെ ഉഷാറന്നെ. എന്ത് പറഞ്ഞോ? എനിക്ക് കിട്ടിയില്ല. ഇതല്ലേ നിങ്ങളെ ലാസ്റ്റ് ടൈം. ഇനിയിപ്പം വേറെ പാർട്ടിയിൽ ആരില്ല. ഏത് അതുണ്ട് ഇപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മ കളിയില്ല. അങ്ങനെ ഏകദേശം ആൾക്കാരെല്ലാം വന്ന് സെറ്റ് ആയിക്കൊണ്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പുറത്തുനിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ആരിസും വന്നു, എൻ്റെ ഫാമിലി ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇവൻ നമ്മളെ ബദ്രൂച്ചാന്റെ ലാസ്റ്റത്തെ മോനാണ്. അപ്പാനാ എനിക്ക് നോമ്പുണ്ടാ? നിക്ക് നോമ്പില്ലാത്ത എന്താ? എന്റെ പുതിയാപ്പളിന്റെ കാണുന്ന കറക്റ്റ് സമയം നോക്കുമ്പോ 6:24 കേട്ടോ. അജ്മാൻ വണ്ടിയും കൂടെ വരുന്നുണ്ട്. നമ്മളങ്ങനെ ഇതാ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 4 മണിക്ക് വിടുന്ന് പറഞ്ഞത്, 4 മണിക്ക് വിടുന്ന എത്തിയ സമയം 6:27. ലേറ്റ് ആകാൻ കാരണം എന്ത്? 2 ഉമ്മുൽ ഖൈന്റെ
7 മണിക്ക് കൃത്യം 7 മണിക്ക് ഞാൻ നോമ്പൊറിക്കാൻ വേണ്ടി എത്തിയ സമയമായത്. നമ്മളെ ഷോയിലുണ്ട് ഏതെങ്കിലും ഒരു ബാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് 1 മിനിറ്റ് ബാക്കി. 1 മിനിറ്റ് ക്യാപ്റ്റൻ അങ്ങനെ ഗ്രീൻ സ്റ്റാറിന്റെ നമ്മളെ ക്യാപ്റ്റൻ അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിന്റെ 1 നിമിഷം ബാക്കി. സമയം 6:25 ഞാൻ ഉത്തരവാദിത്തം ക്യാപ്റ്റന്. ഇതാ ക്യാപ്റ്റൻ ഗ്രീൻ സ്റ്റാറിന്റെ ക്യാപ്റ്റൻ ടൈമിൽ 1 മിനിറ്റല്ലേ ബാക്കി. അടുത്ത് നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് പോയി നോക്കാം. റെസ്റ്റോറൻറ്റ് ഉള്ളിൽ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ കയറുമ്പോൾ നമ്മൾ ജസീം മുന്നോട്ട് മാനേജ്മെന്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ തരി വെച്ചിട്ടുണ്ട്, അതുപോലെ വത്തക്ക ജ്യൂസ് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളെ മിൻറ്റ് ജ്യൂസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 10-100 ഇരിക്കേണ്ട കപ്പാസിറ്റി ഉണ്ട് ഇവിടെ ഉള്ളിൽ സെറ്റാക്കി വെച്ചിനവർ. അടുത്ത ബുഫയിൽ എന്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നല്ല ഫിഷ് മാംഗോ കറിയും വെജിറ്റബിൾ കുർമയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലങ്ങനെ നല്ല ചിക്കൻ ഹോട്ട്ലാൻഡിക്കും നല്ല ബീഫ് വരട്ടും റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഫ്രൈഡ് റൈസും നല്ല ഓസ്റ്റർ ചില്ലി ചിക്കനും ഉണ്ട്. ഇതിൽ നല്ല ഗീ റൈസും ആലപ്പി ചിക്കൻ കറിയും ഉണ്ട്. ഇതിൽ നെയ്പ്പത്തിലും പൊറോട്ടയുണ്ട്. അതുപോലെ ഇതിൽ മാഫിൽ ചിക്കൻ ദം ബിരിയാണി അവരെ സിഗ്നേച്ചർ ഐറ്റമാണിത്. ഇതിൽ ഗോബി ചില്ലി ഡ്രൈയും ഫിഷ് ടിക്കയും ഉണ്ട്. ഇതിൽ കുബുദ മിക്സും ചിക്കൻ ടിക്കയും ഉണ്ട്. പിന്നെ വരുന്ന സലാഡ് വരുന്നുണ്ട്, അമ്മോസ് ഗാർലിക് വരുന്നുണ്ട്, പിന്നെ അതുപോലെ പത്തിരി, ഇടിയപ്പം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫുഡിൽ ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാ സാധനവും അവർ റെഡിയാക്കി വെച്ചിനി. ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടി അവർ നല്ലൊരു ഫ്രൂട്ട് സലാഡും അതുപോലെ ഗുലാബ് ജാമുൻ റെഡിയാക്കിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഒരു 3 സെക്കൻഡ് ബാക്കി. 3 സെക്കൻഡ് ബാക്കി. അപ്പൊ അങ്ങനെ നോമ്പൊറിക്കാൻ ഫുള്ള് സെറ്റായി. ഏകദേശം സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, അതായത് നമ്മളെ അരീസ് ഉണ്ട്, തരി ഉണ്ട്, അതുപോലെ വത്തക്ക വെള്ളം, അതുപോലെ വെള്ളമുണ്ട് ഇവിടെ. പിന്നെ സമൂസ ഉണ്ട്, പക്കോട ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ മുന്തിരി, അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഫുള്ള് സെറ്റായിട്ടാ നോമ്പൊറിക്കാൻ വേണ്ടി എല്ലാ കാര്യം സെറ്റ്. അൽഹംദുലില്ലാ അങ്ങനെ എല്ലാവരും ഒത്ത് നല്ല പാങ്ങിൽ നോമ്പൊറിച്ചതിൻ്റെ ആയിട്ട് ആ റെസ്റ്റോറൻറ്റ് തൊട്ട് ബാക്കിൽ തന്നെ ഒരു പള്ളിയുണ്ട്. അങ്ങനെ അവിടെ പോയി നല്ല പാങ്ങിൽ മഗ്‌രിബ് നിസ്കരിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. വെരിക്കോസിച്ച് അടിച്ച അന്ന് അടിച്ച ജീവനോടില്ലല്ലോ. അത് വെരിക്കോസിച്ചല്ല, യോനന്ന് ഉമ്മുൽക്കിന് മേടിലാക്കി കേക്ക് കൊടുത്ത് എല്ലാവരും അത് ആ ഓവർ കഴിഞ്ഞാൽ വണ്ടി വെജിറ്റബിളാ ഫുള്ള് ചിക്കൻ. അത് മറിഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. എന്റെ മൂന്ന് എന്തെന്ന് എന്തെന്ന് സംഭവം സ്റ്റാറ്റസിൽ യൂട്യൂബിൽ തന്നെ വരും. എന്തിനാ ചെയ്യില്ല, ഇതൊന്നും തിരിയുന്നില്ല. നോമ്പന്നെ എടുത്തിന് നീ നോമ്പന്നെ എടുത്തിന് എന്ത് സംഭവം തിരിയുന്നില്ലല്ലോ. അതിന്റെ അടിയിലുണ്ടാ അതിന് നെയ്പ്പത്തിന് അപ്പൊ നെയ്പ്പത്തി വെച്ച് കളിപ്പിക്ക. ഏത് ആടിപ്പോ നമ്മ പോകുന്നത് ചെറിയ ചെറിയ പൂവുണ്ടല്ലോ, ചെറിയ ചെറിയ ഫുഡ് അടിക്കുന്നത് തിരിച്ചു വരാം.
അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട ഫുഡ് ഞാൻ ഒരു പ്ലേറ്റിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഏകദേശം സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിന്, എല്ലാം ടേസ്റ്റ് നോക്കണമല്ലോ, അങ്ങനെ എല്ലാ സാധനവും കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് ഏകദേശം കഴിച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയിലും നല്ല ടേസ്റ്റിലും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ബിരിയാണി, അവർ ബീഫ്, ചിക്കന്, ഫിഷ് എല്ലാം നല്ല പാങ്ങിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിന്. നമ്മൾ പറഞ്ഞ പൈസക്ക് നമുക്ക് വർത്ത് തന്നെയാണ് ആ സാധനം. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് ഫുഡിനെ കുറിച്ചിട്ട്, ആരും മോശം പറഞ്ഞിട്ടില്ല. ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ നമ്മളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരുപാട് സന്തോഷം.